ആലപ്പുഴ കായംകുളം സ്വദേശികളായ ശ്രീവത്സനും ഭാര്യ രാജേശ്വരിയും ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ചതാണ്. ആത്മഹത്യ ചെയ്യാൻ 3 തവണ ശ്രമം നടത്തി. ഭാര്യ തൂങ്ങി മരിക്കുന്നത് നേരിൽ കണ്ട ശ്രീവത്സൻ ഭയന്നു വിറച്ചു. അതോടെ ജീവനൊടുക്കേണ്ട എന്ന തീരുമാനം. എന്നാൽ ഭാര്യയുടെ മരണത്തിൽ ശ്രീവത്സനെതിരെ കൊലക്കുറ്റത്തിന് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. തൂങ്ങി മരിക്കാനായി രാജേശ്വരി അമ്മയുടെ കഴുത്തിൽ കുരുക്കിട്ടതും മരണത്തിലേക്ക് നയിച്ചതും ശ്രീവത്സൻ പിള്ളയെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് ഇവർ കൂട്ട ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചതെന്നാണ് വിവരം. വർഷങ്ങൾക്ക് മുൻപ് ഒരു അപകടം സംഭവിച്ച ശ്രീവത്സന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസും നാട്ടുകാരും പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് രാജേശ്വരി അമ്മയെ പുള്ളിക്കണക്കിലെ വാടക വീട്ടിൽ അടുക്കളയുടെ മേൽക്കൂരയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് ഭർത്താവ് ശ്രീവത്സൻ പിള്ളയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രാജേശ്വരി അമ്മയുടെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയത്. സാമ്പത്തിക ബാധ്യത മൂലം രാജേശ്വരി അമ്മയും ശ്രീവത്സൻ പിള്ളയും ആത്മഹത്യ ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നു. തുടർന്ന് തൂങ്ങി മരിക്കുന്നതിനായി ഏണി ഉപയോഗിച്ച് മുകൾ കയറി സാരി കൊണ്ട് കുടുക്കുണ്ടാക്കിയതും രാജേശ്വരി അമ്മയെ സ്റ്റൂളിൽ കയറ്റി നിർത്തി കഴുത്തിൽ കുരുക്ക് മുറുക്കിയതും ശ്രീവത്സൻ പിള്ളയാണെന്ന ചോദ്യം ചെയ്യലിൽ പോലീസ് കണ്ടെത്തി. രാജേശ്വരി അമ്മ മരിച്ചതിനു ശേഷം ശ്രീവത്സൻ പിള്ള ആത്മഹത്യയിൽ നിന്ന് പിന്മാറുകയാണുണ്ടായത്. ഭാര്യയുടെ വായിൽ നിന്നും രക്തം വരുന്നത് കണ്ടതോടെ ഭയന്നെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി. സംഭവത്തിനു ശേഷം വീട്ടിൽ നിന്ന് സ്കൂട്ടറിൽ രക്ഷപ്പെട്ട ഇയാളെ പിന്നീട് വെട്ടിക്കോട് കള്ളുഷാപ്പിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത്. കുറച്ചുനാൾ മുമ്പ് ശ്രീവത്സൻ പിള്ളയ്ക്കുണ്ടായ അപകടത്തെ തുടർന്ന് ചികിത്സക്കായി ലക്ഷക്കണക്കിന് രൂപ ചിലവായിരുന്നു. ഇതിനായി പലയിടങ്ങളിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നതായും പോലീസ് പറയുന്നു. മക്കളെയോ ബന്ധുക്കളെയോ ബാധ്യതയെക്കുറിച്ച് അറിയിച്ചിരുന്നില്ല. മുൻപും ഇവരുടെ ഭാഗത്തുനിന്ന് ആത്മഹത്യാ ശ്രമം ഉണ്ടായിരുന്നതായും പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആലപ്പുഴ.